ഹലോ നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം മുൻപായിട്ട് ഒരു ആപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രേഡ് അറിയാത്ത ആൾക്കാർക്കും അതേപോലെ തന്നെ ട്രേഡ് അറിയുന്ന ആൾക്കാർക്കും അതിനെപ്പറ്റി ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്കും ട്രേഡ് എടുക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യണം ചോദിക്കുന്നു, പക്ഷേ കുറച്ച് എന്താ പറയുക അസുഖവും മറ്റുള്ള തിരക്കുമായിട്ട് പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ കിട്ടാത്തൊരവസ്ഥയും വന്നു. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് പറഞ്ഞു, ഇത് പല ആൾക്കാർക്കും അറിയണ്ടാവും, എന്നാലും അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പം ഇതിൻ്റെ പേര് ഫാസ്റ്റ് ബുൾ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാനിത് താഴെ കൊടുക്കാമത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അത് സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന സിഗ്നൽ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അനലൈസ് ചെയ്ത ആൾക്കാരുടെ സിഗ്നൽസ് ഇതിൻ്റെ അകത്ത് കാണിക്കും. അത് ടി പി ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ അകത്തുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം ഗോൾഡ് ബൈ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തന്നെ കാണിക്കും എസ് എൽ എത്രയാണ്, ടി പി എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കൂടാതെ തന്നെ കുറച്ച് പുറകോട്ട് പോയാൽ എ ഐ സിഗ്നൽസ് എന്ന് കാണാം. എ ഐ സിഗ്നൽസിൽ പോയി കഴിഞ്ഞാലും നമുക്കിതേപോലെ എ ഐൻ്റെ ഇട്ടിരിക്കുന്ന സിഗ്നൽസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ആക്യുറസിയുള്ള സിഗ്നൽസ് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പം USD/JPY ഇപ്പം നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. USD/JPYൻ്റെ സിഗ്നൽസ് പ്രസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കവിടെ കാണിക്കും ഏത് പ്രൈസിനാണ് എൻട്രി, നമ്മുടെ ടി പി കാണിക്കുന്നുണ്ട്, SL കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു മെത്തേഡ്. അപ്പം ഇതൊന്നും ചെയ്യേണ്ട, ഇപ്പം സിഗ്നൽസ് ആണല്ലോ. അപ്പം അതൊന്നുമില്ലാതെ വേറൊരു സാധനം കാണിച്ചു തരാം. ഈ ഓപ്പണിംഗ് സ്ഥലത്ത് തന്നെ ഡാറ്റ എന്ന് കാണാം മുകളിൽ. ഓക്കെ, ന്യൂസ് 7x24 കോളമൻസ് ഡാറ്റ. ഈ ന്യൂസൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഇവിടെ ഫണ്ടമെൻ്റൽ ഇപ്പം ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ന്യൂസ് അങ്ങനെ അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പോയാൽ നമുക്കറിയാം എന്തൊക്കെയാണ് ന്യൂസ് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഡാറ്റ. ഇവിടെ ഡാറ്റ എന്ന് കണ്ടില്ലേ, ഈ ഡാറ്റ എന്നുള്ള സ്ഥലത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ വരും. സ്പെക്കുലേറ്റീവ് സെൻറ്റിമെൻറ്റ്, ഓർഡർ ആൻഡ് പൊസിഷൻ, സപ്പോർട്ട് റെസിസ്റ്റൻസ്, അസറ്റ് കോറിലേഷൻ, CFTC, CME, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. ഓക്കെ, അപ്പം വലിയ ഇതിൽ ഒന്നും ആലോചിക്കൊന്നും വേണ്ട, നേരെ ഈ അസറ്റ് ആൻഡ് കോറിലേഷൻ എന്നെടുത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം വരും. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ മുകളിൽ കറൻസി സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. AUD USD, യൂറോ USD, GBP USD, അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് പോവാം. അപ്പോൾ AUD USD ആണല്ലോ ഇപ്പോൾ നമ്മൾ മുകളിൽ കാണുന്നത്. അവിടെ ഈ AUD USDയുടെ നേരെ നോക്കുമ്പം 100, 5 മിനിറ്റിൽ 100, 15 മിനിറ്റിൽ 100, 1 അവറിൽ 100, 4 അവറിൽ 100, 1 ഡേ എല്ലാത്തിലും 100, 100, 100 കാണുന്നുണ്ട്. പിന്നെ താഴെ USD അത് റെഡ് കളറിലാണ് കാണിക്കുന്നത്. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം, റെഡ് കളറിലാണ് കാണിക്കുന്നത്. USD കേട്ടത് കാണിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ 83 പല പോയിന്റുകൾ വ്യത്യാസമുണ്ടാകും, മൈനസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, USD CHFൻ്റെ കാണിക്കുന്നുണ്ട്. അടുത്ത NST USD 92.59, 94.56, 1 അവറിലാണ് 95, അങ്ങനെ. അപ്പം ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാത്തിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം യൂറോ AUD ആകുമ്പം 80, 79, 96 അങ്ങനെയാണ് കാണിക്കുന്നത്. വീണ്ടും താഴോട്ട് പോകുകയാണെങ്കിൽ കുറേ കറൻസികൾ കാണാം നമുക്ക്. അപ്പോൾ ഇതൊരു സിമ്പിൾ പരിപാടി പറഞ്ഞുതരാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇപ്പം AUD USD 100, 100, 100 കാണുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ഫസ്റ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഡെമോയിൽ ട്രേഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് ട്രേഡ് ചെയ്താൽ മതി. ഞാനിത് ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ആണ്. ഇപ്പം AUD USD എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണും ഇങ്ങനെ 100, 100 ഈ റെഡ് കളറാണ് കാണുന്നതെന്ന് വെച്ചാൽ ധൈര്യമായിട്ടും ഒരു ബൈ കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണത്. അതായത് റെഡ് കാണുകയാണെങ്കിൽ ബൈ, വേറെ ഒന്നും നോക്കണ്ട, റെഡ് കാണുകയാണെങ്കിൽ ബൈ. ഗ്രീൻ കളറാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു താഴെ കാണിക്കാം. ഓക്കെ, അതാ യൂറോ AUD 80, 70, 96, 76. ഇവിടെ നമുക്ക് ധൈര്യമായിട്ടും യൂറോ AUDയുടെ സെല്ല് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കി ഇപ്പോൾ അപ് ടു 80ൻ്റെ മുകളിൽ, അതായത് ഒരു 75ൻ്റെ മുകളിലാണ് ഈ ഒരു റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, മാക്സിമം നമുക്കൊരു 85, 75ൻ്റെ മുകളിൽ, 75 തൊട്ട് 100 വരെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഒന്ന് നോക്കിയാൽ മതി, റെഡ് കാണിക്കുകയാണെങ്കിൽ
ബൈയും ഗ്രീൻ കാണിക്കുകയാണെങ്കിൽ സെല്ലും എന്നും കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പം നമ്മളിവിടെ ഇപ്പം ന്യൂസിലൻഡ് USD ഇവിടെ 92, 94, 95, 69, 81 എല്ലാം. അപ്പം 4 hours ആണ് 69 കാണിക്കുന്നത്. പക്ഷേ 5 മിനിറ്റിലും 15 മിനിറ്റിലും എല്ലാം 95 കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം NST USD നമ്മളൊരു ബൈ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനിപ്പം വിചാരിക്കും നമ്മൾ ബൈ കൊടുത്താൽ ഇപ്പോൾ ഇനി എന്താ പറയുക, ഇതിന് SLും TPയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അതിന് നേരെ പുറകോട്ട് പോവുക. എന്നിട്ട് ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് കാണാം. ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസിനകത്ത് പോയി കഴിഞ്ഞെങ്കിൽ 4 hour, 1 day, 1 week, 1 month കാണാം. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് NST USD ആണ്. താഴെ നോക്കാം, NST USD ന്യൂസിലാൻഡ്, ന്യൂസിലാൻഡ് ഡോളർ, US ഡോളർ, NST USD 4 hourൽ നോക്കാം. സപ്പോർട്ട് 1 വരുന്നത് 0.61766 ആണ്. റെസിസ്റ്റൻസ് വരുന്നത് 0.61945 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്നൊക്കെ ഒരു TP ഇപ്പോൾ 4 hourലാണെങ്കിൽ ലോങ് ആയിരിക്കും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇപ്പം ബൈ ആണ് നമ്മൾ കൊടുത്തതല്ലേ, ബൈ ആണെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ടിൻ്റെ 0.61766 താഴത്ത് ചാർട്ട് നോക്കിയിട്ട് അവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസും ഈ R1 റെസിസ്റ്റൻസിൻ്റെ താഴെ, അതായത് 0.61945 താഴത്ത് ഏത് പൊസിഷനിലും നമുക്ക് എത്ര പിപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് TPയും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു 4 മാസമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് മാസം ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ മെത്തേഡ് എന്നാൽ സിമ്പിൾ മെത്തേഡ്. ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് വലിയതായിട്ട് അനലൈസ് ചെയ്യേണ്ടയോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നും പോയി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇപ്പം സ്പെക്കുലേറ്റീവ് സെൻറ്റിമെൻറ്റ്, ഇപ്പം ഏത് കറൻസിക്കാണ് ട്രെൻഡ് ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ സപ്ലൈ അങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇപ്പം ഗോൾഡിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 49.30% സെല്ല് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏത് കറൻസിയാണോ ആ കറൻസി അല്ലെങ്കിൽ ഏതാണോ പെയർ അതിനനുസരിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഏത് ആണ് ട്രെൻഡിലേക്ക് നിൽക്കുന്നുള്ളത്. ഓക്കെ, അതും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രീമിയം എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്, പ്രോ എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അപ്പം ഒരു ലിങ്കാണ് നിങ്ങൾക്ക് അയച്ചു തരാം. ലിങ്ക് അയച്ചതിൻ്റെ ഇമെയിൽ വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫാസ്റ്റ് പൂൾ എന്ന ആപ്പ് ഒന്നുകിൽ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിളിൽ ഇപ്പം ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് പോവുക, പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിരിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഈ പ്രോ വേർഷനിൽ കിട്ടും. ഓക്കെ, അത് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ പ്രോ വേർഷൻ്റെ വാലിഡിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 1 വീക്കോ ഒരു 2 വീക്കോ ഒന്ന് ഡെമോയിലൊന്ന് ട്രൈ ചെയ്തിട്ട് റിയൽ അക്കൗണ്ടിലേക്ക് കടന്നാൽ മതി. എന്താണെങ്കിലും ചെറിയ ലോട്ട് സൈസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം എന്നാൽ ചെയ്ത് നോക്കൂ. ഓക്കെ.